നമസ്കാരം എല്ലാവർക്കും, വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, ഞാനൊന്ന് 2 പൈൽ വെക്കുന്നുണ്ട്. ഓക്കെ, ആക്ച്വലി ഇതിപ്പോൾ ലേഡീസ് ആയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കണക്കാക്കിക്കോളൂ കേട്ടോ. ഞാൻ ചുമ്മാ ജസ്റ്റ് 2 കാർഡ് എടുത്തു എന്നേ ഉള്ളൂ. മാൻ ഹോൾഡിങ് എ കോയിൻ എന്നുള്ള ഫസ്റ്റ് പൈൽ, മാൻ ഹോൾഡിങ് എ ഹാർട്ട് എന്നുള്ള സെക്കൻഡ് പൈൽ. ഓക്കെ, നിങ്ങൾക്ക് ഈ കാർഡ് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു തരത്തിൽ നിങ്ങൾക്ക് ഏതിനോടാണ് കൂടുതൽ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ചൂസ് ചെയ്യൂ. ഓക്കെ, പൈൽ 1, പൈൽ 2 ഇവിടെ ഞാൻ വെക്കുന്നുണ്ട്. ഇന്ന് എടുക്കാൻ പോകുന്ന റീഡിങ് വളരെ സിമ്പിളായിട്ട്, അതായത് നിങ്ങളുടെ ജീവിതത്തിലുള്ള കണക്ഷനെ കുറിച്ച് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അല്ലെങ്കിൽ പുതിയത് വരുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള കണക്ഷനെ കുറിച്ചായിരിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും വരുന്ന ഒരു വ്യക്തിയെക്കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലുള്ള ബന്ധത്തിനെ കുറിച്ച് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതിൻ്റെ തന്നെ ഡെക്ക് ഇവിടെ ഉണ്ട്, അതിൽ നിന്നും ഞാൻ എടുക്കും, പ്ലസ് നമ്മുടെ നോർമൽ ടാരോ ഒന്നും എടുക്കും. ഓക്കെ, സോ ഏതാ നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ചാൽ പൈൽ 1, പൈൽ 2 ചൂസ് ചെയ്തോളൂ. ആൻഡ് നമുക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ഒരു ബന്ധത്തിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ എടുക്കാം. ഓക്കെ, സോ പൈൽ 1, പൈൽ 2 ചൂസ് ചെയ്തോളൂ. പൈൽ 1 നിന്ന് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. പൈൽ 1 നമ്മുടെ മാൻ ഹോൾഡിങ് എ കോയിൻ ആണ്. ഓക്കെ, സോ ഇവിടെ ഈ കാര്യം ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവുന്നത്, നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഒരു പേഴ്സൺ, അതായത് വളരെ കമ്മിറ്റഡ് ആയിട്ടൊരു റിലേഷൻഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. നിങ്ങൾക്കൊരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ അവർ സ്റ്റേബിളായിട്ട് നിൽക്കണം. നിങ്ങൾ എന്ത് തന്നെ ബന്ധമായാലും ശരി, ഓക്കെ, അപ്പോൾ എന്ത് കണക്ഷൻ ആയാലും ശരി, നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന ആ പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ നിങ്ങളോട് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കുക. നിങ്ങൾക്ക് അവരെ ട്രസ്റ്റ് ചെയ്യാൻ പറ്റണം. കുറച്ച് പേര് മാരേജ് ആഗ്രഹിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. മാരേജ് പറ്റുമോ എന്ന രീതിയിൽ നിങ്ങൾക്ക് ചിന്തയുണ്ടാവാം. ഈ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ്, ലേഡീസ് ജെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലീസ് മാറ്റിയെടുക്കൂ. ഇപ്പോൾ ലേഡീസ് ആണെങ്കിൽ, നിങ്ങളിപ്പോൾ കാണുന്ന ജെൻസ് ആണെങ്കിൽ, നിങ്ങളുടെ പേഴ്സൺ ലേഡി ആണെങ്കിൽ അവർ നിങ്ങളോട് ശരിക്കും മാരേജ് നടക്കുമോ എന്നൊക്കെ നിങ്ങൾക്ക് ആലോചിക്കുന്നുണ്ടാവാം. ആൻഡ് നിങ്ങൾ കമ്മിറ്റഡ് ആണ്. മെയിൻലി ആഗ്രഹിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അവർ നിങ്ങളോട് ഒരു സ്റ്റേബിളായിട്ട് നിൽക്കണം. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും നിലനിൽക്കണം എന്നൊരു കാര്യമുണ്ട്. പ്ലസ് നിങ്ങൾക്ക് അവരോട്, അതായത് അവരുടെ കൂടെ ഒരു ഫാമിലി ലൈഫ്, അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയാണ്. ഓക്കെ, സോ അങ്ങനെ ഒരു ഐ തിങ്ക് നിങ്ങളുടെ ആഗ്രഹം അതാണ്. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ചെറുതായിട്ട്. നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തി, അവരുടെ ഫീലിങ്സ് എടുക്കാം. ആൻഡ് നിങ്ങൾ തമ്മിലുള്ള കണക്ഷനെ കുറിച്ച് നോക്കാം. നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള ഫീലിങ്സ് എന്താണ്? നിങ്ങൾ ചിന്തിക്കുന്ന വ്യക്തിക്ക് നിങ്ങളെ മനസ്സിൽ കൊണ്ടുവരാൻ അവർക്ക് നിങ്ങളോട് എന്താ തോന്നുന്നത്? ഫീലിങ്സ്. ഓക്കെ, ഡെവിൾ, 2 ഓഫ് വാൻഡ്സ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട് ഇവിടെ, ക്വീൻ ഓഫ് കപ്സ്. ഓക്കെ, ഇവിടെ നിങ്ങളാണ് അങ്ങോട്ട് വളരെയധികം കെയർ ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ഒരാളോട് വളരെയധികം ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉള്ളതായിട്ട് എനിക്ക് കാണുന്നത്. നിങ്ങൾ ഒരുപാട് സ്നേഹം അവർക്ക് കൊടുക്കുന്നുണ്ട്, ഒരുപാട് അവരെ കെയർ ചെയ്യുന്നുണ്ട്. അവരെല്ലാ കാര്യവും അത്രത്തോളം എല്ലാം അറിഞ്ഞ് നിങ്ങൾ അവരെ ശരിക്കും ഒരു അമ്മ സ്ഥാനമാണ്, ബട്ട് അങ്ങനെ പറയുന്നില്ല, ബട്ട് റൊമാൻറ്റിക് ആയിട്ടും. ഓക്കെ, നിങ്ങൾ വളരെയധികം അവരെ ന്യൂച്ചറിങ് ചെയ്യുക, കെയർ ചെയ്യുക, അവരെ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എല്ലാം നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയോട് നിങ്ങൾക്ക് താല്പര്യമുണ്ട്. ആൻഡ് അവരത് മനസ്സിലാക്കുന്നുമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിൽ നിങ്ങളുടെ സ്ഥാനം എന്ന് പറയുന്നത് ഒരു ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. സോ നിങ്ങൾ അവരെ വളരെയധികം അവർ നിങ്ങളെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് എന്ന രീതിക്ക് തന്നെയാണ്. അവരുടെ ലൈഫിൽ ഇമോഷണൽ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് നിങ്ങളോടാണ്. ഓക്കെ, ആൻഡ് ഇവിടെ ഡെവിൾ എനർജി ഉണ്ട്. പക്ഷേ സോ ഡെവിളും 2 ഓഫ് വാൻഡ്സും ഇവിടെ പറയുന്നത് ആ പേഴ്സണിൻ്റെ ഫീലിങ്സിൽ, അതായത് ഒരു കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. ഓക്കെ, അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു എനർജി കാണുന്നുണ്ട്. അതിപ്പോൾ കുറച്ച് പേർക്ക് അഗൈൻ ഇവിടെ ഒരു കാര്യം കൂടി എനിക്ക് നേരത്തെ ഫീൽ ചെയ്ത് തന്നെ, മേ ബി അവർ ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു മാരേജ് ഉറപ്പിച്ച് കാണാം, തീരുമാനിച്ച് കാണാം അവർക്ക്. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി ഫാമിലി ഉണ്ടാവാം. ഓക്കെ, ജെൻസ് ആണെന്നില്ല ലേഡീസ് ആയാലും അവർ മാരീഡ് ആണ്, അവർക്ക് ഓൾറെഡി ഒരു ഫാമിലി ഉണ്ട് എന്ന രീതിക്കും ആവാം. അല്ലെങ്കിൽ അവർ കമ്മിറ്റ്മെൻ്റ് ആയി, ഓൾറെഡി വേറെ ആരെങ്കിലും ഒരു ലൈഫിലുണ്ട്, കല്യാണം മാരേജ് തീരുമാനിച്ചു, ഒരു കമ്മിറ്റഡ് ആണ്, അല്ലെങ്കിൽ ഓൾറെഡി റിലേഷൻഷിപ്പ് ഓർ സംതിങ്. ഓക്കെ, എന്തോ ഒരു കൺഫ്യൂഷൻ ഇവിടെ ഉണ്ട്. ഒരു തേർഡ് പാർട്ടി എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സൺ ഒരു ചോയ്സ് എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ച് പേർക്ക് ഫാമിലി ആവാം, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഓക്കെ, എല്ലാവർക്കും തേർഡ് പാർട്ടി ഇവിടെ ഒരു വേറെ റിലേഷൻ ആവണം നിർബന്ധമില്ല. കുറച്ച് പേർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്, കുറച്ച് പേർക്ക് ഫാമിലി, അതായത് അവരുടെ അച്ഛനമ്മമാർ, അവരുടെ റെസ്പോൺസിബിലിറ്റി ആയിരിക്കാം. ഞാൻ ആ കാര്യങ്ങൾ ചെയ്യണം, അവരുടെ കാര്യങ്ങൾ കൂടി ഞാൻ നോക്കണം എന്ന് റെസ്പോൺസിബിലിറ്റി എടുക്കുന്ന വ്യക്തികളായിരിക്കാം. സോ അതുകൊണ്ട് തന്നെ ചില തടസ്സങ്ങളുണ്ട് നിങ്ങളുടെ ഇടയിൽ. ഓക്കെ, നിങ്ങൾ ഒന്നിക്കാനുള്ള ചില തടസ്സങ്ങളുണ്ട് ഇവിടെ. പേഴ്സണിൻ്റെ ഫീലിങ്സ് ഉണ്ട് നിങ്ങളോട്. ഓക്കെ, വളരെയധികം ഫീലിങ്സ് ഉണ്ട്. ബട്ട് ഇവിടെ ഒരു കൺഫ്യൂഷൻ എനർജി കാണുന്നുണ്ട്. ഡെവിൾ എനർജിയും പറയുന്നത് നിങ്ങളോട് ഒരു അറ്റാച്ച്മെൻറ്റ് അവർ ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ സ്ട്രോങ് ആയിട്ടൊരു അറ്റാച്ച്മെൻറ്റ് ഉണ്ട് അവർക്ക്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു ബോണ്ടാണ്, എന്തായാലും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണ്. എൻ്റെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ കൂടി ഉണ്ട്. അപ്പോൾ ഇതൊരു കുറച്ചൊരു സിറ്റുവേഷൻ കാർമിക്കാണ് ഇവിടെ. പേഴ്സൺ കാർമിക്കാണെന്നല്ല ഞാൻ പറയുന്നത്, മനസ്സിലാക്കുക. നിങ്ങളുടെ സിറ്റുവേഷൻ കാർമിക്കാണ്, അതായത് നിങ്ങൾക്ക് ഇതിലൊരു ലെസൺ ഉണ്ട് എന്നാണ്. നിങ്ങൾ തമ്മിലുള്ള സിറ്റുവേഷൻ, അത് പ്രത്യേകിച്ച് തേർഡ് പാർട്ടിയാണ്, നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ
നിങ്ങൾ അതിനെ കാത്തിരിക്കുന്നുണ്ടാവും. ആ പേഴ്സൺ നിങ്ങളെ ചൂസ് ചെയ്യാൻ കാത്തിരിക്കുന്നുണ്ടാവും. അവർ എന്നെ ശ്രദ്ധിക്കണം, എൻ്റെ എപ്പോഴാണ് എൻ്റെ അടുത്ത് വരിക, അല്ലെങ്കിൽ എപ്പോഴാണ് ആ രീതിയിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങളൊരു കോഡിപ്പെൻഡൻ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്തായിരിക്കും ഈ കോഡിപ്പെൻഡൻ്റ് എനർജി വരുന്നത്. ഡെവിൾ എനർജി പറയുമ്പോൾ നിങ്ങൾ അവരോട് വളരെയധികം ഒരു കോഡിപ്പെൻഡൻ്റ് എനർജി അല്ലെങ്കിൽ അറ്റാച്ച്ഡ് ആയിരിക്കും. ഓക്കെ, സോ അതുകൊണ്ട് ഇവിടെ ഇതെന്തായാലും നിങ്ങൾക്കൊരു ലെസൺ തരുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ്. ഓക്കെ, സോ അങ്ങനെ ആ രീതി, അല്ലാണ്ട് പേഴ്സൺ മോശമാണെന്നല്ല ഞാൻ പറയുന്നത്, ബട്ട് സിറ്റുവേഷൻ അങ്ങനെയാണ്. സിറ്റുവേഷനിൽ തടസ്സങ്ങളുണ്ട്, ചില ബുദ്ധിമുട്ടുകളുണ്ട്. സോ ഇവിടെ നിങ്ങളോട് വല്ലാതെ അവർക്കൊരു അട്രാക്ഷൻ ഉണ്ട്, നിങ്ങളോട് പാഷൻ ഉണ്ട്, എല്ലാം ഉണ്ട്. നിങ്ങളുമായിട്ടൊരു കണക്ഷൻ അവർ ഫീൽ ചെയ്യുന്നുണ്ട്, സ്ട്രോങ് ബോണ്ട് ഉണ്ട് നിങ്ങൾ തമ്മിൽ വിട്ടു പിരിയാൻ പറ്റാത്ത ഒരു കണക്ഷനാണ്. ഓക്കെ, വിട്ടു പോകാൻ ശ്രമിച്ചാലും പറ്റാത്ത രീതിയിലാണ് ഇവിടെ. പക്ഷേ അഗൈൻ ഒരു ചോയ്സ് എടുക്കാൻ നിങ്ങളുടെ പേഴ്സൺ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്ക് മുന്നോട്ട് റിലേഷൻഷിപ്പ് വേണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ സാധിക്കുന്നില്ല. ഓക്കെ, സിറ്റുവേഷൻസ് തടസ്സങ്ങളുണ്ട് ഇവിടെ. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. ഇതിലും എനിക്ക് ഫാമിലിയുടെ എനർജി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ ഒരു കർമ്മ എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് ബോണ്ടാണിത് നിങ്ങൾ തമ്മിൽ. ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ പറയുമ്പോൾ ഇവിടെ എനിക്ക് ഒരു കാര്യം കൂടി തോന്നിയത്, മേ ബി ഫ്യൂച്ചറിലേക്ക് എന്താകും എന്നുള്ളത് ഇപ്പോഴും ഒരു കൺഫ്യൂഷനാണ് എന്നും പറയാം. ഓക്കെ, സോ ഫ്യൂച്ചറിൽ ഇത് എങ്ങോട്ട് വേണമെങ്കിലും തിരിയാം എന്ന് പറഞ്ഞ പോലെയാണ്. കമ്മിറ്റ്മെൻറ്റ് കിട്ടാം, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ പിരിയുന്ന രീതിക്ക് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഒരു തീരുമാനം, അവരും ആക്ച്വലി കാലത്തിന് വിട്ടുകൊടുത്ത പോലെയാണ് തോന്നുന്നത്. അവരും മേ ബി ഒരു കാലമായിട്ട് തീരുമാനിക്കട്ടെ എന്ന രീതിക്ക് ചിന്തിക്കുന്ന ഒരു ഫീലിംഗ് ഉണ്ട് എനിക്ക്. നോക്കാം വേറെന്താണ് ഇവിടെ നിങ്ങളെ പേഴ്സണിന്. ക്വീൻ ഓഫ് സോർഡ്സ് എനർജി. ഓക്കെ, ഇത് ഡെഫിനറ്റ്ലി തേർഡ് പാർട്ടി എനർജി ആണ് ഇവിടെ. തേർഡ് പാർട്ടി കാര്യം കാണുന്നുണ്ട് വളരെ സ്ട്രോങ് ആയിട്ട്. ഓക്കെ, വേറെ റിലേഷൻഷിപ്പ് ഉണ്ട് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ. അത് ഒന്നുമില്ലെങ്കിൽ അവർ ഞാൻ പറഞ്ഞ പോലെ ഓൾറെഡി കമ്മിറ്റഡ് ആയിരിക്കാം, അല്ലെങ്കിൽ മാരേജ് ഫിക്സ് ചെയ്തതായിരിക്കാം, മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫാമിലിയുടെ തടസ്സമായാലും ശരി. ഓക്കെ, ഫാമിലിയുടെ പറയുകയാണെങ്കിലും ഡെഫിനറ്റ്ലി നിങ്ങളുടെ ഇടയിൽ ഒരു തേർഡ് പാർട്ടി എനർജി വളരെ സ്ട്രോങ് ആണ്. 3 ഓഫ് കപ്സും ഉണ്ട്. സോ ഓക്കെ, നിങ്ങളോട് ഒരു ഓഫറുമായിട്ട് വരുന്ന സാധ്യത എനിക്ക് കാണുന്നുണ്ട്. നിങ്ങളോട് അറ്റാച്ച്മെന്റ് ഉണ്ട് അവർക്ക്. ഓക്കെ, പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു മെസ്സേജ് വരും, കമ്മ്യൂണിക്കേഷൻ വരും. അവർക്ക് നിങ്ങളോട് ഒരു സോറി പറഞ്ഞു വരുന്ന രീതിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ സോറി പറഞ്ഞു വരാനുള്ള ഒരു കാര്യം കൂടി കാണുന്നുണ്ട്. ഇതെനിക്ക് ആ ഒരു സിറ്റുവേഷൻ്റെ ആണ് പിക്ക് ചെയ്യാൻ. ഫ്യൂച്ചർ ആക്ഷൻ പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് എന്താണ് നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുക നോക്കാം. പേഴ്സണിൻ്റെ ഭാഗത്ത് നിന്ന് എന്താ പ്രതീക്ഷിക്കാൻ പറ്റുക നമുക്ക്. കിങ് ഓഫ് വാൻഡ്സ്, ഗുഡ്. ഓക്കെ, 3 of swords, again 3 എനർജി വളരെ സ്ട്രോങ് ആണ്. ഐം സോറി. ഓക്കെ, യെസ്, ഇവിടെ കോൺഫ്ലിക്റ്റിൻ്റെ എനർജി ഒക്കെ കാണുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ ഡെഫിനറ്റ്ലി വേറെ മാരേജ് അല്ലെങ്കിൽ വേറെ ഒരു കമ്മിറ്റഡ് എനർജി ഉണ്ട്. ഓക്കെ, വേറെ ആരും ഉണ്ട് അവരുടെ ലൈഫിൽ. ആൻഡ് പക്ഷേ ഇവിടെ ഓക്കെ, നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. കിങ് ഓഫ് വാൻഡ്സ് എനർജിയാണ്. നിങ്ങളോട് ഒരു അട്രാക്ഷൻ, പാഷനൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ സ്നേഹം വെച്ചിട്ട് കിങ് ഓഫ് കപ്സും ഉണ്ട്. ഓക്കെ, സോ അവർ മനസ്സിൽ ഫീലിങ്സ് നിങ്ങളോട് തന്നെയാണ്, ഡൗട്ടൊന്നുമില്ല. ബട്ട് തേർഡ് പാർട്ടി കാരണം നിങ്ങളുടെ ഇടയിൽ പ്രോബ്ലംസ് വന്നതാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ കാണുന്നത് അവർ ഒരു അപ്രോച്ച് പ്രതീക്ഷിക്കാം. നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു സോറി പറഞ്ഞു വരുന്നതായിട്ട് കാണുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളോട് കുറച്ചുകൂടി സ്നേഹത്തോടെ പെരുമാറുന്ന ഒരു എനർജിയിലേക്ക് അവർ മാറും. ഓക്കെ, കുറച്ചുകൂടി ആ ഒരു ഈ കോൺഫ്ലിക്റ്റ് ഒക്കെ ഒന്ന് മാറി നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി ഒരു ബെറ്റർ സിറ്റുവേഷൻ വരുന്ന രീതിക്ക് കാണുന്നുണ്ട് ഫ്യൂച്ചറിലേക്ക്. ഓക്കെ, ബട്ട് ഇവിടെ തടസ്സങ്ങളുണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം. ഓക്കെ, എന്നാലും നമുക്ക് ഈ ഡെക്കൊന്നുകൂടി പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് കമ്മിറ്റ്മെൻറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ്. ഓക്കെ, അത് അവർക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്ന രീതിയിൽ എനിക്ക് കാണുന്നില്ല. കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട് ഇവിടെ. എങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ഈ പേഴ്സൺ തേർഡ് പാർട്ടിയെ മാറ്റിയിട്ട് അല്ലെങ്കിൽ അങ്ങനെ വിട്ട് കളയാൻ പറ്റുവാണെങ്കിൽ, തേർഡ് പാർട്ടി എതിർത്ത് നിങ്ങളുടെ അടുത്തേക്ക് വരാൻ സാധിക്കുവാണെങ്കിൽ അവർ ചെയ്യും. പക്ഷേ എനിക്ക് അത്ര ഒരു സ്ട്രോങ് എനർജി അല്ല വരുന്നത് അവരുടെ ഭാഗത്ത് നിന്ന്. ആ ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് തടസ്സങ്ങൾ ഒരുപാടുണ്ട്. സോ പെട്ടെന്നൊരു കമ്മിറ്റ്മെൻ്റ് ആയിട്ട് എന്തായാലും എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല. സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ടെമ്പിൾ പാത്ത്, യെസ്, ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആണ്. കാർമിക് ഞാൻ പറഞ്ഞു. സോ സ്പിരിച്വൽ കണക്ഷൻ ആണ് നിങ്ങളുടെ. ഞാൻ പറയാം കമ്മ്യൂണിറ്റി. 3 ഓഫ് കപ്സ് എനർജി വീണ്ടും വന്നു. സോ യെസ്, തടസ്സങ്ങൾ വളരെ കൂടുതലാണ് നിങ്ങളുടെ ഇടയിൽ. സണ്ണുണ്ട് ഇവിടെ. ഇൻഡിസിഷൻ, ഒരേ കാർഡ്സാണ് വന്നിരിക്കുന്നത്. 2 ഓഫ് വാൻഡ്സിൻ്റെ കാർഡാണ്, ഒരേപോലെയാണ്. പേഴ്സണിന് തീരുമാനം എടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് ഇവിടെ. ഓക്കെ, അവർക്ക് നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരണം എന്ന് ആഗ്രഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല, ആഗ്രഹമൊക്കെ ഉണ്ട്. അവർക്ക് വേണം, സെലിബ്രേഷൻ വേണമെന്ന് ആഗ്രഹമുണ്ട്, മാരേജ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളുമായിട്ടൊരു ഹാപ്പിനെസ് ഒക്കെ അവർക്ക് ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. സൺ കാർഡാണ്. നിങ്ങൾ തമ്മിൽ ശരിക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഇവിടെ. പക്ഷേ തടസ്സങ്ങൾ യെസ് ഡെഫിനറ്റ്ലി ഉണ്ട്. കമ്മ്യൂണിറ്റി തടസ്സമുണ്ട്. കുറച്ച് പേർക്ക് നിങ്ങളുടെ റിലീജിയൻ തടസ്സം, കുറച്ച് പേർക്ക് ഫാമിലി തടസ്സം, കുറച്ച് പേർക്ക് മാരീഡ് ആണെങ്കിൽ അങ്ങനത്തെ തടസ്സം. ഓക്കെ, സോ ഇവിടെ ടെമ്പിൾ പാത്ത് എന്ന് പറയുന്നത് നിങ്ങളോട് ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിട്ടാണ് ഇത് പറയുന്നത്. സോ ഇവിടെ നിങ്ങളെ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ നിങ്ങൾക്കൊരു ലെസൺ ഉണ്ട് ഇവിടെ. ഓക്കെ, ഇവിടെ നിങ്ങൾക്കുള്ള ലെസൺ അഗൈൻ നമ്മൾ പറയേണ്ട ആവശ്യമില്ല, സെൽഫ് ലവ് ആണ്. ഓക്കെ, നിങ്ങളോട് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന തരത്തിൽ ആ പേഴ്സണിൽ നിന്ന് ഒരു മാരേജോ അല്ലെങ്കിൽ പോട്ടെ ഇവൻ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത് പോലും, ഓക്കെ, വളരെയധികം കമ്മിറ്റഡ് ആയിട്ട് നിൽക്കണം എന്ന് അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് ആഗ്രഹമുണ്ട്, വേണം എന്നുണ്ട്. പക്ഷേ
അവരുടെ ഭാഗത്തു നിന്ന് വളരെ കുറവായിരിക്കും അത് കിട്ടുന്നത് നിങ്ങൾക്ക്. കിട്ടുന്ന സമയം പോസിറ്റീവായിട്ട് എടുക്കാൻ ഇപ്പോൾ അതെനിക്ക് പറയാനുള്ളൂ. കാരണം അവരൊരു തീരുമാനമെടുക്കാൻ അവർക്ക് സാധിക്കില്ല, വളരെ ബുദ്ധിമുട്ടാണ്. ഓക്കെ, കമ്മിറ്റ്മെൻറ്റ് വേണം. അവർ ഓൾറെഡി കമ്മിറ്റഡ് ആണെങ്കിൽ പ്രത്യേകിച്ചും ഓക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഫാമിലിയൊക്കെ ആണ് എതിർപ്പ് എന്നുണ്ടെങ്കിൽ മേ ബി കുറച്ച് പേർക്കെങ്കിലും നിങ്ങൾക്കൊരു പോസിറ്റീവ് ഫ്യൂച്ചർ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അല്ലാത്തവർക്ക് കമ്മിറ്റഡ് ആണെങ്കിൽ എനിക്ക് വലിയ അങ്ങനെ ലൈക്ക് കൂടുതൽ എക്സ്പെക്റ്റേഷൻ വെക്കണ്ട, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഓക്കെ, ഡോണ്ട് കീപ് ടു മച്ച് എക്സ്പെക്റ്റേഷൻ. അവർ നിങ്ങളോട് സ്നേഹമുണ്ട്, ഇഷ്ടമുണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, ബട്ട് ആ തേർഡ് പാർട്ടി ഉണ്ട് എന്നുള്ളത് നമ്മൾ പറയില്ലേ, ചില സത്യങ്ങൾ എന്ന് പറയില്ലേ, ചില ട്രൂത്ത്, അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുമെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഫൈൻ. പക്ഷെ അത് നിങ്ങളെ തന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരിക്കരുത്, നിങ്ങളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കരുത്. അത് നിങ്ങളുടെ കയ്യിലാണ്, നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. ഓക്കെ, പേഴ്സണിന് സ്നേഹമില്ല ഇഷ്ടമില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, ഓർക്കുക. ബട്ട് അറ്റ് ദ സെയിം ടൈം ഓക്കെ, കമ്മിറ്റ്മെൻ്റ് ഒന്നും കൂടുതൽ ഒരു ഇത് അവരുടെ നിന്ന് പ്രതീക്ഷിക്കേണ്ട. ഓക്കെ, സെക്കൻഡ് നമ്മുടെ പൈൽ മാൻ ഹോൾഡിങ് എ ഹാർട്ട് ഞാൻ വെച്ചിരുന്നു. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാർക്ക് എന്താണ് നോക്കാം നമുക്ക്. നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സും നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചൊക്കെ നമുക്കൊന്ന് ഒരു ഐഡിയ എടുക്കാം. ഓക്കെ, ഇവിടെ മാൻ ഹോൾഡിംഗ് എ ഹാർട്ട് എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ലേഡീസ് ആയാലും ജെൻസ് ആയാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുക്കൂ. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു പേഴ്സൺ വളരെ സ്നേഹത്തോടെ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിൽക്കുന്ന ഒരു പേഴ്സൺ, നിങ്ങൾ റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നിങ്ങളോട് വളരെയധികം ഇമോഷണലായിട്ട് അറ്റാച്ച്മെൻറ്റ് വെക്കുക, റൊമാൻറ്റിക് സമയങ്ങൾ സ്പെൻഡ് ചെയ്യുക, സ്നേഹത്തോടെ നിങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഒരു ശരിക്കും അവർ ലൈക്ക് ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണ് നിങ്ങൾ കൂടുതൽ ആഗ്രഹിക്കുന്നത്. ലൈക്ക് ഇമോഷണലി, അതായത് ഒരു സ്റ്റേബിൾ വേണം തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് എവിടെയോ കുറച്ചുകൂടി നിങ്ങൾ ആഗ്രഹിക്കുന്നത്, നിങ്ങളെ മനസ്സ് തുറന്ന് ആ സ്നേഹം പ്രകടിപ്പിക്കുക, അങ്ങനെയൊക്കെ ഒരു ആഗ്രഹമൊക്കെ ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, സോ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇങ്ങനത്തെ ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് വേണ്ടത് ഇങ്ങനത്തെ ഒരു കണക്ഷനാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം നിങ്ങളുടെ പേഴ്സണിൻ്റെ ഫീലിങ്സ് എന്താണെന്ന് ആദ്യം എടുക്കാം. നിങ്ങളുടെ ലൈഫിൽ ഓൾറെഡി ഒരു വ്യക്തി ഇങ്ങനത്തെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ആഗ്രഹിക്കുന്നുണ്ട്, രണ്ടുമാവാം. നമുക്ക് നോക്കാം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ഉള്ള വ്യക്തിയാണോ അല്ലെങ്കിൽ എന്താ ഫീലിങ്സ് എടുക്കുമ്പോൾ നമുക്ക് ഐ തിങ്ക് നിങ്ങൾ ഓൾറെഡി ഉള്ളവർ നമുക്ക് ആദ്യം നോക്കാം, അങ്ങനെ നോക്കാം. ഓക്കെ, എവിടെയോ നിങ്ങൾ സ്നേഹം ആഗ്രഹിക്കുന്ന പോലെ, സ്നേഹം കൊതിക്കുന്ന പോലെ എനിക്ക് അങ്ങനെ ഒരു എനർജിയൊക്കെ പിക്ക് ചെയ്യുന്നുണ്ട്. നിങ്ങളും അങ്ങോട്ട് അങ്ങനെ തന്നെ ആയിരിക്കും, അതുപോലെ നിങ്ങൾ തിരിച്ചും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, ലെറ്റ്സ് സീ, ഐ ഡോണ്ട് നോ വൈ. പറയാം. ഓ, 10 of swords, Queen of Cups, 10 of Cups. ഓക്കെ, ഓക്കെ, ഐ തിങ്ക് ഇവിടെ നിങ്ങൾ അഗെയിൻ ഞാൻ പറഞ്ഞ കാര്യം വളരെ ഇതാണ്. നിങ്ങൾക്ക് ഐ തിങ്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റിൽ നിങ്ങൾ ആരെങ്കിലും ലൈക്ക് ചിലപ്പോൾ ഓർക്കുന്നതായിരിക്കാം, എൻഡായി പോയ ഏതെങ്കിലും സിറ്റുവേഷനെ കുറിച്ച് നിങ്ങൾ ഓർക്കുന്നതും ആവാം. കുറച്ച് പേർക്ക് നിങ്ങൾ മാരീഡ് ആയിരുന്നിരിക്കാം, ഓൾറെഡി മാരീഡ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ വൈഫിനെ കുറിച്ചായിരിക്കും ചോദിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പോൾ സെപ്പറേഷൻ എൻഡിങ് ഉണ്ട് ഇവിടെ. മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾ ഹസ്ബൻഡോ വൈഫോ ആയിട്ടാണെങ്കിലും സെപ്പറേറ്റഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇവിടെ നിങ്ങളുടെ ലൈഫിൽ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു, ആ പേഴ്സണുമായിട്ട് നിങ്ങളിപ്പോൾ ഒരു സെപ്പറേഷൻ ആയിരിക്കാം, ഒരു എൻഡിങ് വന്ന് കാണാം. ഓക്കെ, അങ്ങനെ ഒരു ലൈക്ക് നിങ്ങൾ വളരെയധികം സ്നേഹിച്ചൊരു വ്യക്തി, നിങ്ങൾ വളരെയധികം അങ്ങോട്ട് കെയർ ചെയ്തു, സ്നേഹിച്ചു അവരെ, ലൈക്ക് എല്ലാം ലൈക്ക് നമ്മൾ പറയില്ലേ അത്രയും നിങ്ങൾ ഹൃദയം കൊടുത്ത് ലൈക്ക് ഫുൾ നിങ്ങളുടെ എല്ലാം നിങ്ങൾ അത്രയും കെയർ ചെയ്തിട്ടുണ്ട് അവരെ. പക്ഷേ അവരുടെ ഭാഗത്ത് നിന്ന് ഐ തിങ്ക് നിങ്ങൾക്കൊരു ചതിവ് കിട്ടിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത ഒരു വ്യക്തി നിങ്ങളെ ബ്രേക്ക് ചെയ്ത പോലെയാണ് എനിക്ക് കാണുന്നത്, നിങ്ങളെ ചതിച്ച പോലെ, പിന്നിൽ നിന്ന് കുത്തിയ പോലെ. ഓക്കെ, സോ നിങ്ങൾ അത്രത്തോളം ഒരു വ്യക്തിയിൽ ഐ തിങ്ക് ഇൻവെസ്റ്റഡ് ആയിരുന്നു. ആൻഡ് ഇവിടെ ശരിക്കും ഇത് കിങ് ഓഫ് കപ്സ് എനർജിയാണ്, ഇതും ക്വീൻ ഓഫ് കപ്സ് എനർജിയാണ്. ശരിക്കും ഒരു പാർട്ട്ണർഷിപ്പ് കാണുന്നുണ്ട് എനിക്ക്. ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പിൽ ആണ് അല്ലെങ്കിൽ ആയിരുന്നു, ഇപ്പോൾ മാരീഡ് ആയിരിക്കാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലുണ്ടായിരുന്നു. ആ വ്യക്തി നിങ്ങളെ പക്ഷെ വളരെയധികം വേദനിപ്പിച്ചായിട്ടും എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടെ നിങ്ങൾക്കൊരു ഫാമിലി എൻവയറമെൻറ്റ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ മാരീഡ് എനർജി പറഞ്ഞത്. മേ ബി അവർ മാരീഡ്, നിങ്ങൾ മാരീഡ്, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്ന വ്യക്തി ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഹസ്ബൻഡോ വൈഫിനോ വേണ്ടിയിട്ടും ആയിരിക്കാം. സോ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഐ തിങ്ക് അവരുടെ ഫീലിങ്സ് എടുക്കുകയാണെങ്കിൽ ഓക്കെ, ഇപ്പോൾ അവരുടെ ഫീലിങ്സ് പറയുമ്പോഴും എനിക്കിവിടെ കാണുന്നത് അവർക്കും നിങ്ങളോട് സ്നേഹമുണ്ട്, ഇല്ലാഞ്ഞിട്ടല്ല. ഓക്കെ, അവർക്കും നിങ്ങളോട് സ്നേഹം കാണുന്നുണ്ട്. ബട്ട് ഇവിടെ അഗെയിൻ ഐ തിങ്ക് ഒരു മാരീഡ് എനർജി ആയിരിക്കാം. അവർ മാരീഡ് ആണെങ്കിൽ ആ ഒരു കാരണം കൊണ്ടായിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ അവർക്ക് വേറെ മാരേജ് ആലോചന വന്നു, ഒരു കല്യാണം കഴിച്ചു പോയി, ചിലപ്പോൾ മേ ബി നിങ്ങളെ വേദനിപ്പിച്ച് പോയി കാണാം. ഓക്കെ, ആഗ്രഹിച്ചിട്ടുണ്ടാവും നിങ്ങളോടൊരു മാരേജ് കമ്മിറ്റ്മെൻറ്റ് ഒക്കെ, ബട്ട് ഐ തിങ്ക് അവർ വേറെ മാരേജ് ചെയ്ത് പോയി, അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ വേറെ എന്തെങ്കിലും രീതിയിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. സോ ഒരു എൻഡിങ് സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്.
ഓക്കെ, ഇതൊന്ന് കുറച്ച് അവരുടെ ഫീലിങ്സ് ആയിട്ടൊന്ന് ഞാനൊന്ന് എടുത്ത് നോക്കട്ടെ. അവരുടെ ഫീലിങ്സിൽ ഏസ് ഓഫ് സോൾസ്, ഓക്കെ, ഹൈ പ്രീസ്റ്റസ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ വീണ്ടും വന്നു. ഓക്കെ, ഓക്കെ, ഇവിടെ നിങ്ങൾ പേഴ്സണുമായിട്ട് ഒരു സെപ്പറേഷനിലാണെങ്കിൽ അവർ വീണ്ടും തിരിച്ചു വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, അവർ ട്രസ്റ്റ് ചെയ്യാം എന്നാണ് എനിക്ക് കാണുന്നത്. ബട്ട് പാസ്റ്റിൽ യെസ് അവർ നിങ്ങളെ ട്രസ്റ്റ് ബ്രേക്ക് ചെയ്ത് കാണും. ഓക്കെ, പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവം ഉണ്ടായി കാണാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ വ്യക്തി അല്ലാതെ വേറെ ആരെങ്കിലും ആയിരിക്കാം ചിലപ്പോൾ നിങ്ങളെ വേദനിപ്പിച്ച്, അങ്ങനെയും പറയാം. ഓക്കെ, സോ മേ ബി ഇപ്പോൾ ഉള്ള കണക്ഷൻ അപ്പോൾ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ബട്ട് യെസ് എന്നാണ് എനിക്ക് കാണുന്നത്, നിങ്ങൾക്ക് വിശ്വസിക്കാം എന്ന് കാണുന്നുണ്ട്. ഓക്കെ, ആ പേഴ്സണും ആക്ച്വലി അവർ നിങ്ങളോട് വളരെ ഒരു ആക്ഷൻ എടുക്കുന്ന രീതിക്ക് ചിന്തിക്കുന്നുണ്ട്. അതായത് അവർക്ക് ഈ കണക്ഷൻ വേണം അവരുടെ ലൈഫിൽ എന്ന് മാത്രമല്ല, ഇവിടെ അവർ ട്രൂത്ത്ഫുള്ളായിട്ട് ഫെയ്ത്ത്ഫുള്ളായിട്ട് നിങ്ങളോട് നിൽക്കണം എന്ന രീതിക്കാണ് ആഗ്രഹിക്കുന്നത്. സോ മേ ബി ഇപ്പോൾ ഒരു പുതിയ കണക്ഷൻ നിങ്ങളുടെ ലൈഫിൽ വന്നതാണെങ്കിൽ, അല്ലെങ്കിൽ പാസ്റ്റിൽ ഏതെങ്കിലും നിങ്ങൾക്കൊരു വിഷമം അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ അവർ ഉള്ള വ്യക്തി ഐ തിങ്ക് നിങ്ങളെ കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, ഹൈ പ്രീസ്റ്റസിൻ്റെ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഉണ്ട്. സോ ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഇൻറ്റ്യൂട്ടീവ്ലി നിങ്ങൾക്ക് പലതും മനസ്സിലാവുന്നുണ്ടാവും. ഓക്കെ, നിങ്ങൾക്ക് അവരും ആക്ച്വലി നിങ്ങളോട് ഒരുപാട് അട്രാക്റ്റഡ് ആണ് എന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ആക്ച്വലി ഫെയ്റ്റ് നിങ്ങളെ ഒന്നിപ്പിച്ചതാണ്, വിധി നിങ്ങളെ ഒന്നിപ്പിച്ചാണെന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. ഇവിടെ എവിടുന്നോ നമ്മൾ പറയില്ലേ, ഒരു തിരിച്ചു വന്നു എന്നൊക്കെ പറയില്ലേ. ഓക്കെ, നിങ്ങൾ പാസ്റ്റിൽ വേദനിപ്പിച്ച വ്യക്തി തന്നെ ഇപ്പോൾ തിരിച്ചു വന്നതുമായിരിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടാവുന്നത് ഇവരെ ട്രസ്റ്റ് ചെയ്യണോ വേണ്ടതെന്ന്. ബട്ട് ട്രസ്റ്റ് ചെയ്യാം എന്ന് പറയുന്നുണ്ട്. ബട്ട് എന്നാലും ഒന്ന് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാം. ഓക്കെ, മേ ബി അവർ ചില കാര്യങ്ങൾ നിങ്ങളോട് ഓപ്പണായിട്ട് പറയുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളൊന്ന് വാച്ച് ചെയ്യാം. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ഐ തിങ്ക് എല്ലാം ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. ബട്ട് ഇപ്പോൾ അവർക്ക് ഒരു റിന്യൂവൽ ആഗ്രഹിക്കുന്ന പോലെയാണ് നിങ്ങളുടെ പേഴ്സൺ. ഇവിടെ നിങ്ങളുടെ സിറ്റുവേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന പോലെയാണ്. നിങ്ങൾ തമ്മിലൊരു വീണ്ടും ഒരു കണക്ഷൻ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന പോലെയുണ്ട്. ഇപ്പോൾ അവർ ഒരു എന്നെ ട്രസ്റ്റ് ചെയ്യൂ എന്ന് പറഞ്ഞു വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ട്രസ്റ്റ് ചെയ്യാം എന്ന് തോന്നുന്നുണ്ട്. ബട്ട് എന്നാലും ചില കാര്യങ്ങൾ ഇപ്പോഴും മറഞ്ഞിട്ടുണ്ടാവാം. സോ ഒന്ന് ഉറപ്പിച്ചിട്ട് മാത്രം നിങ്ങൾ വീണ്ടും ഒരു വേദനിക്കാൻ ഇടവരണ്ട, അതുകൊണ്ട് പറയുകയാണ്. ബട്ട് ഇവിടെ യെസ് ഐ തിങ്ക് ഒരു റിലേഷൻഷിപ്പ്, പാസ്റ്റിലെ റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ തിരിച്ചു വന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത്. സോ അങ്ങനെയാണെങ്കിൽ പാസ്റ്റിൽ അവർ നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടാവും. ബട്ട് ഐ തിങ്ക് ഇപ്പോൾ അവർ കുറച്ചുകൂടി ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയിലാണ് കാണുന്നത് എനിക്ക്. അവർക്ക് നിങ്ങളെ വേണം എന്തായാലും. ഓക്കെ, അത് ഉറപ്പാണ്. അവർക്ക് നിങ്ങളെ വേണം എന്ന രീതിക്ക് തന്നെയാണ് തിരിച്ചു വന്നിട്ടുള്ളത്. അവർക്ക് ഈ റിലേഷൻഷിപ്പിൽ അവരൊരു ആക്ഷൻ എടുക്കുന്ന ഒരു ലെവലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, നമുക്ക് ഇതിൻ്റെ ഫ്യൂച്ചറിലേക്ക് പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ആക്ഷൻ ആയിട്ട് നമുക്ക് കാണുമോ നോക്കാം. പേജ് ഓഫ് വൺസ്, സെലിബ്രേറ്റ്. ഓക്കെ, 4 of Wands, വെരി ഗുഡ്. ഓക്കെ, ഓക്കെ. ഇവിടെ ഈ റിലേഷൻഷിപ്പ് നിങ്ങൾ ഈ പൈൽ കാണുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് പേഴ്സൺ സ്റ്റെബിലിറ്റി ആഗ്രഹിക്കുന്നുണ്ട്. പേഴ്സൺ നിങ്ങളോട് കമ്മിറ്റ്മെൻറ്റ് ആഗ്രഹിക്കുന്നുണ്ട്. ഒരു മാരേജ് വരെ എത്താനുള്ള സാധ്യത എനിക്ക് കാണുന്നുണ്ട്. മാരേജ് കാർഡാണിത്. പക്ഷേ ഒരല്പം സ്ലോ ആയിട്ട് കണക്കാക്കാം. മേ ബി നമുക്ക് പെട്ടെന്ന് എടുത്തു ചാടി ഒരു മാറ്റം അങ്ങനെ കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കേണ്ട. ബട്ട് വരുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അവർക്ക് ആഗ്രഹമുണ്ട്. അവരതിന് വേണ്ട ചേഞ്ചസ് വരുത്തുന്ന പോലെയാണ്. നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അവർ വീണ്ടും തിരിച്ചു വന്ന് നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റീസ്റ്റാർട്ടിന് ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് കാണുന്നത് ഇവിടെ. അവർ പക്ഷെ ആഗ്രഹം, അവരുടെ മനസ്സിലും ആഗ്രഹം കമ്മിറ്റ്മെൻ്റ് ആണ്. ഓക്കെ, ഹോൾഡിങ് എ ഹാർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും അവർക്ക് യെസ് നിങ്ങളോട് സ്നേഹം എന്ന രീതിക്ക് തന്നെയാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാം. പാസ്റ്റിൽ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരെന്തെങ്കിലും നിങ്ങളെ ഹേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ അവർക്ക് ആ തിരിച്ചറിവ് വന്ന് കാണാം. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് ഒരു സ്റ്റേബിൾ കണക്ഷനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ സ്റ്റെപ്സ് മെല്ലെയാണ്, പതുക്കെയാണ്. ഒരുപാട് ഫാസ്റ്റായിട്ട് നിങ്ങൾ എക്സ്പെക്ട്. ആക്ച്വലി 8 of Wands ഉണ്ട്, ഫാസ്റ്റ് മൂവിങ് ആണ്. ബട്ട് എന്നാലും എവിടെയോ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ അത് ലൈക്ക് ഒരു ടൈം എടുക്കുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പേഴ്സൺ ഇപ്പോൾ ആദ്യം മേ ബി ഒന്ന് സംസാരിച്ച് വരും. കുറച്ചുകൂടി ഓക്കെ, വീണ്ടും ഒരു ചെറുതായിട്ട് റൊമാൻറ്റിക് അപ്രോച്ചൊക്കെ കൊണ്ടുവന്ന് വീണ്ടും സംസാരിച്ച് നിങ്ങളൊരു സ്റ്റാർട്ടിങ് പോലെയാണ് എനിക്ക് കാണുന്നത്. ബട്ട് അവരുടെ മനസ്സിലെ ഉദ്ദേശം നിങ്ങളുമായിട്ടൊരു കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. കുറച്ച് പേർക്ക് പറ്റുന്നവർക്ക് മാരേജ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കമ്മിറ്റഡ് ആയിട്ട് നിൽക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നുണ്ട്. മെസ്സേജസ് വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. നിങ്ങൾ പേഴ്സണലായിട്ട് കമ്മ്യൂണിക്കേഷൻ വരും, അവർ നിങ്ങളോട് സംസാരിക്കും. ഓക്കെ, കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ പരസ്പരം സംസാരങ്ങൾ കാണുന്നുണ്ട്. സോ ബട്ട് അത് നല്ല രീതിയിലായിരിക്കും. ഓക്കെ, നിങ്ങൾ അതായത് മനസ്സ് തുറന്ന് സംസാരിക്കുക, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി നിങ്ങളോട് സ്നേഹത്തോടെയൊക്കെ പെരുമാറുന്ന രീതിക്ക് എനിക്ക് കാണുന്നുണ്ട്. ഒരു റൊമാൻറ്റിക് ആയിട്ട് ഒരു സിറ്റുവേഷനൊക്കെയാണ്. പാസ്റ്റിലെ കാര്യങ്ങൾ ഓക്കെ 2 of Cups ഉണ്ട് ഇവിടെ. ഞാൻ പറഞ്ഞില്ല, പാസ്റ്റിലെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും ഒരു ടെൻഷൻ ഉണ്ട്. ദറ്റ് പാസ്റ്റിൽ അവർക്കും ഉണ്ടാവാം ചില കാര്യങ്ങൾ, അവരുടെ ലൈഫിലും ചില ബേർഡൻസ് ഉണ്ടാവാം, നിങ്ങളുടെ ലൈഫിലും ഉണ്ടാവാം. ബട്ട് നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ഒരു ടെൻഷൻ ഉള്ള പോലെയുണ്ട്. ദറ്റ് പാസ്റ്റിൽ സംഭവിച്ച പോലെ സംഭവിച്ചാലോ എന്ന്. ബട്ട് ഇവിടെ 2 of Cups എനർജിയാണ്. സോ യെസ്, ഇത് സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾക്കിത് വളരെ നല്ലൊരു കണക്ഷനാണ്. ആൻഡ് അത് കമ്മിറ്റ്മെൻറ്റിലേക്ക് എത്തുന്നതായിട്ടും കാണുന്നുണ്ട്. ഓക്കെ, സോ യെസ്, ഇത് നിങ്ങളുടെ കണക്ഷൻ. ഇപ്പോൾ നിങ്ങൾ ചോദിക്കുന്നത് പാസ്റ്റിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തി നിങ്ങൾ തമ്മിലൊരു
ബെറ്റർ കണക്ഷൻ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. സോ ഇവിടെ ഇത് കുറെ കൂടി നല്ല സ്ട്രോങ് ഫീലിങ്സ് ആണ്, വളരെ നല്ലതാണ്. റൊമാൻറ്റിക് ആയിട്ടുള്ള കണക്ഷൻ നിങ്ങൾക്ക് അത് നെക്സ്റ്റ് ലെവലിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടുതലാണ്. അല്ലെങ്കിൽ തന്നെ അറ്റ്ലീസ്റ്റ് നിങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തോടെ നിങ്ങൾ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട്. 2 of Cups എനർജി, സോൾമേറ്റ് എനർജി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ഡെക്ക് കൂടി എടുത്തേക്കാം. ടെമ്പിൾ പാത്ത് വീണ്ടും ഓക്കെ. എല്ലാം ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്. ആൻഡ് ഫസ്റ്റ് ചക്ര, റൂട്ട് ചക്ര, യെസ് സ്റ്റെബിലിറ്റി. നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട്, അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ട് ഒരു കണക്ഷനെ കുറിച്ച്. അവർ വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുന്നുണ്ട്. ഇവിടെ ഡയമണ്ട് ഒക്കെയാണ് കൈ പിടിച്ചിരിക്കുന്നത്. സോ നിങ്ങളെ ശരിക്കും പ്രഷ്യസ് ആയിട്ടാണ് അവർ കാണുന്നത്. നിങ്ങളെ ഓർക്കുന്നുണ്ട്, മിസ് ചെയ്യുന്നുണ്ട്, നിങ്ങളെ വേണം അവരുടെ ലൈഫിൽ എന്ന് തന്നെയാണ്. ആൻഡ് ടെമ്പിൾ പാത്ത് അഗൈൻ ഇവിടെ അത് സ്പിരിച്വൽ കണക്ഷൻ ആണ്. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ അത് ഓൾറെഡി ഫീൽ നമുക്ക് പറയാം. ഇപ്പോൾ സോൾമേറ്റ് ഒക്കെ പറയുമ്പോൾ നിങ്ങൾ തമ്മിൽ ആ സ്പിരിച്വൽ കണക്ഷൻ അവർക്കും ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഡോർ ടു പേഴ്സണൽ ഹീലിംഗ് ആൻഡ് ഹാപ്പിനെസ്. ഇവിടെ ഐ തിങ്ക് ഇവിടെ നിങ്ങൾ രണ്ടുപേർക്കും ഹീലിംഗ് വരുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ ഹീൽ ആവുന്നുണ്ട്, നിങ്ങളും ഹീൽ ആവുന്നുണ്ട്. ഓക്കെ, മേ ബി നമ്മൾ പാസ്റ്റിൽ സംഭവിച്ച കാര്യങ്ങൾ അല്ലേ, അപ്പോൾ അത് നിങ്ങളെയും വേദനിപ്പിച്ച് കാണും. ബട്ട് അവരും ചില കാര്യങ്ങൾ റിയലൈസ് ചെയ്യുന്ന പോലെയുണ്ട്. ഇതൊക്കെ യൂണിവേഴ്സായിട്ട് ചെയ്യുന്ന ഒരു എനർജിയാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങൾ രണ്ടുപേരും ഹീലായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ. ഓക്കെ, നിങ്ങളും ഇപ്പോൾ ഒരുപാട് ചേസിങ് ഒന്നും പോകുന്നുണ്ടാവില്ല. സോ അതിൻ്റെയും ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാം. അങ്ങോട്ട് ഒരുപാട് ചേസ് ചെയ്യാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഹീലിങ്ങിലേക്ക് ശ്രദ്ധ കൊടുക്കാം. ഓക്കെ, നിങ്ങളുടെ മനസ്സിനെ നിങ്ങൾ ശാന്തമാക്കി വെക്കാനും നിങ്ങളുടെ ലൈഫ് ജീവിക്കാനും നിങ്ങൾ ശ്രമിക്കുക. ആൻഡ് പേഴ്സണും അത് ചെയ്യുന്നുണ്ട്. ഓക്കെ, അവരും അവരുടെ ലൈഫിനെ ബെറ്റർ ആക്കാൻ ശ്രമിക്കും. നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി, നിങ്ങൾക്ക് വേണ്ടി അവരും അവനവനെ ഒന്ന് മാറ്റിയെടുക്കുന്ന രീതിയിലൊരു എനർജി ഉണ്ട് എനിക്കിവിടെ. ആൻഡ് റൂട്ട് ചക്ര, ആർക്കേഞ്ചൽ മൈക്കൽ. ആക്ച്വലി ഇവിടെ യൂണിവേഴ്സ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ട് എന്ന് മാത്രമല്ല, ഒരു സ്റ്റേബിൾ കണക്ഷനാണ് ഇവിടെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന റൊമാൻറ്റിക് ആയിട്ടുള്ള ഒരു കണക്ഷൻ ആണെങ്കിൽ പോലും, ബട്ട് ഐ തിങ്ക് ഇവിടെ നിങ്ങൾക്ക് വരുന്നത് പക്ഷേ ഒരു നല്ലൊരു കണക്ഷനാണ്. നിങ്ങൾ തമ്മിൽ ഒരു സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷനാണ് വരുന്നത്. നിങ്ങൾ ഹീലാവുന്നുണ്ട്, നിങ്ങളുടെ പേഴ്സണും ഹീലാവുന്നുണ്ട്. എവിടെയോ റൂട്ട് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ ബേസിക് സ്റ്റെബിലിറ്റി എന്ന് പറയും. ഓക്കെ, നിങ്ങൾ ശരിക്കും ഒരു ലൈഫ് ബിൽഡ് ചെയ്യാൻ തയ്യാറാവുന്ന പോലെയാണ്. എന്ത് തന്നെയായാലും ഇവിടെ ഒരു ഹീലിംഗ് വരുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കുറച്ചുകൂടി സ്റ്റേബിൾ ആയിട്ടൊരു കണക്ഷൻ മുന്നോട്ട് വരുന്ന പോലെയാണ്. സോ പാസ്റ്റിലെ കണക്ഷൻ തിരിച്ചു വന്നതാണെങ്കിൽ അത് നല്ലൊരു ബെറ്റർ സിറ്റുവേഷനിലേക്ക് പോവും. അങ്ങനെയാണ്. അല്ല ഇപ്പോൾ വേറെ പുതിയതായിട്ട് വന്ന ആരെങ്കിലും ആണെങ്കിലും ഓക്കെ, നിങ്ങൾക്ക് ഒരു നല്ല കണക്ഷനാണ് നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ളത്. അത് കുറച്ചുകൂടി നല്ലൊരു കണക്ഷനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എവിടെയോ മാറ്റങ്ങൾ വരുന്നുണ്ട് എന്നുകൂടി എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷനോ എൻഡിങ്ങോ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അവർ നിങ്ങളുമായിട്ട് തിരിച്ചൊരു റിയൂണിയൻ, തിരിച്ചൊരു വീണ്ടും ട്രസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലൊരു റിലേഷൻഷിപ്പാണ് വരുന്നത്. ഓക്കെ, സോ ഇതാണ് പൈൽ 2 കാർക്കുള്ളത്. നമുക്ക് ഐ ഹോപ്പ് എന്തായാലും ചെറുതല്ല, കുറച്ച് ലോങ് ആയി. ഓക്കെ, എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസമായിരിക്കട്ടെ. നന്ദി, നമസ്കാരം.